ആറന്മുള ആംബുലൻസ് പീഡനം കോടതിയിലെത്തിയപ്പോൾ ഏവരെയും ഞെട്ടിക്കുന്ന കാഴ്ചകളായിരുന്നു കോടതിയിൽ സംഭവിച്ചത്. രാജ്യത്ത് ആദ്യമായി പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം വീഡിയോയിൽ പകർത്താൻ ഹൈക്കോടതി ഉത്തരവിട്ട കേസായിരുന്നു ഇത്. ദളിത് വിഭാഗത്തിൽപ്പെട്ടയാളാണ് അതിജീവിത. കേസിൽ പ്രതിയായ കായംകുളം സ്വദേശിയായ നൌഫലിനെ ഇന്നലെയാണ് പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഹാജരാക്കിയത്. ജഡ്ജി എൻ ഹരികുമാർ ജീവപര്യന്തവും 16 വർഷം കഠിന തടവുമാണ് ശിക്ഷ വിധിച്ചത്. 2,12,000 രൂപ പിഴയടയ്ക്കാനും വിധിച്ചിട്ടുണ്ട്. ഇതിൽ 2 ലക്ഷം രൂപ അതിജീവിതയ്ക്ക് നൽകണം. പിഴ അടച്ചില്ലെങ്കിൽ 16 മാസത്തെ അധിക കഠിന തടവ് കൂടി അനുഭവിക്കണം. ദേഹോപദ്രവം ഏൽപ്പിക്കൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ബലാത്സംഗം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയൽ വകുപ്പുകൾ പ്രകാരം കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാണ് കോടതി ശിക്ഷ വിധിച്ചത്. വിവാഹിതനും ഒരു കുട്ടിയുടെ പിതാവുമാണ് പ്രതി. ആർത്തവ കാലഘട്ടത്തിലായിരുന്നു യുവതിയെ വായ് പൊത്തിപ്പിടിച്ച് ലൈംഗിക അതിക്രമം കാട്ടി ബലാത്സംഗത്തിന് ഇരയാക്കിയത്. കൂടാതെ കവിളിൽ അടിക്കുകയും വയറ്റത്ത് ചവിട്ടുകയും ചെയ്തു. ഇതിനിടെ താഴെ വീണ യുവതിയുടെ ഇടത് കാൽമുട്ടിന് പരിക്ക് പറ്റുകയും ചെയ്തു. ശേഷം പ്രതി അവശനിലയിലായ യുവതിയെ പന്തളം അർച്ചന ആശുപത്രിക്ക് മുന്നിൽ ഇറക്കുകയും അടൂരേക്ക് യുവാവ് കടന്നു കളയുകയും ചെയ്തു. വിവരം യുവതിയിൽ നിന്നും മനസ്സിലാക്കിയ ആശുപത്രി അധികൃതരാണ് പോലീസിനെ വിവരം അറിയിക്കുന്നത്. തുടർന്ന് പോലീസ് ആംബുലൻസും പ്രതിയെയും അടൂരിൽ നിന്നും കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. 2020 സെപ്റ്റംബർ 5 രാത്രിയിലാണ് സംഭവം നടക്കുന്നത്. കോവിഡ് രോഗബാധിതയായ 19-കാരിയെ ആംബുലൻസ് ഡ്രൈവറായ പ്രതി വാഹനം പന്തളത്തെ ചികിത്സാ കേന്ദ്രത്തിൽ പോകാതെ വഴിതിരിച്ചു വിട്ട് കടത്തിക്കൊണ്ടു പോകുകയും തുടർന്ന് ആറന്മുള വിമാനത്താവള പദ്ധതിക്കുള്ള ഭൂമിയിൽ വിജനമായ സ്ഥലത്ത് എത്തിച്ച ശേഷം ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാക്കുകയും ചെയ്തു എന്നതാണ് കേസ്. 2020 ഏപ്രിൽ 7 മുതൽ കോവിഡുമായി ബന്ധപ്പെട്ട് അടൂർ ജനറൽ ആശുപത്രി കേന്ദ്രീകരിച്ച് 108 ആംബുലൻസിന്റെ ഡ്രൈവിംഗ് ഡ്യൂട്ടിയിലായിരുന്നു പ്രതി. യുവതിയുടെ സുഖമില്ലാതായ ബന്ധുവിനെ ചികിത്സിക്കാനായി അടൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സമയം അവിടെ വെച്ച് യുവതിയെ കണ്ട് പ്രതി പരിചയപ്പെട്ടിരുന്നു. സെപ്റ്റംബർ 5 കോവിഡ് സ്ഥിരീകരിക്കപ്പെട്ട യുവതി ബന്ധുവീട്ടിലേക്ക് മാറിയതിന് പിന്നാലെ അവിടെ നിന്നും അടിയന്തര ചികിത്സയ്ക്കായി മാറ്റാൻ അധികൃതർ തീരുമാനിക്കുകയും ചെയ്തു. എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യനുമായി യുവതിയെയും മറ്റൊരു സ്ത്രീയുമായി വന്ന ആംബുലൻസ് ഡ്രൈവറിൽ നിന്നും പ്രതി ഡ്യൂട്ടി ചോദിച്ചു വാങ്ങി സംഭവ ദിവസം രാത്രി 11:22 അടൂർ ജനറൽ ആശുപത്രിയുടെ മുന്നിൽ നിന്നും ഇയാൾ ഓടിക്കുന്ന ആംബുലൻസിൽ മാറിക്കയറ്റി കൊണ്ടുപോവുകയാണ് ചെയ്തത്. അടൂർ ജനറൽ ആശുപത്രിയിൽ നിന്നും 108 ആംബുലൻസിൽ പന്തളം അർച്ചന ആശുപത്രിയിലേക്ക് മാറ്റാൻ അധികൃതർ തീരുമാനിച്ചപ്പോൾ രോഗബാധിതയായ 42-കാരിയെ കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റാനാണ് ഒപ്പം കയറ്റിയത്. എന്നാൽ പിന്നീട് നൌഫൽ ഇടപെട്ട് രോഗികളെ തന്റെ ആംബുലൻസിൽ കയറ്റിക്കൊണ്ടു പോകുകയായിരുന്നു. ആദ്യ യുവതിയെ പന്തളം അർച്ചന ആശുപത്രി കോവിഡ് സെന്ററിലാക്കാനും പിന്നീട് സ്ത്രീയെ കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലാക്കാനുമായിരുന്നു നിർദ്ദേശം. എന്നാൽ നൌഫൽ ഇങ്ങനെ ചെയ്യാതെ യുവതിയുമായി പ്രതി ആദ്യം കോഴഞ്ചേരിക്ക് പോയി തിരിച്ചു വരും വഴി ആറന്മുളയിലെ വിമാനത്താവള പദ്ധതി പ്രദേശത്ത് ഒഴിഞ്ഞ സ്ഥലത്ത് വാഹനം ഒതുക്കി രാത്രി 12-ന് ശേഷം യുവതിയെ മർദ്ദിക്കുകയും തുടർന്ന് ക്രൂരമായ ലൈംഗിക പീഡനത്തിന് വിധേയമാക്കുകയുമായിരുന്നു. സംഭവത്തിന് ശേഷം പ്രതി ഫോണിൽ മാപ്പ് അപേക്ഷിച്ചത് യുവതി റെക്കോർഡ് ചെയ്തിരുന്നു. അന്വേഷണത്തിനിടെ പോലീസ് ആംബുലൻസിന്റെ GPS ട്രാക്കിംഗ് നടത്തുകയും ജില്ലാ പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷനും മറ്റും ശേഖരിക്കുകയും ചെയ്തു. വിചാരണയ്ക്കിടെ കോടതി 55 സാക്ഷികളെ വിസ്തരിക്കുകയും 83 രേഖകളും 12 തൊണ്ടിമുതലുകളും പരിശോധിക്കുകയും ചെയ്തു. അന്നത്തെ അടൂർ DYSP R ബിനുവിന്റെ നേതൃത്വത്തിൽ 11-അംഗ പ്രത്യേക സംഘമാണ് ശ്രദ്ധേയമായി ഈ കേസ് അന്വേഷിച്ചത്. അന്നത്തെ പന്തളം പോലീസ് ഇൻസ്പെക്ടർ SI-മാരായിരുന്ന R ശ്രീകുമാർ, നജീബ്, ASI വിനോദ്, അടൂർ DYSP ഓഫീസിലെ ASI അനിൽ, CPO ഇർഷാദ്, പന്തളം പോലീസ് സ്റ്റേഷനിലെ SCPO-മാരായ മഞ്ജു, ആനി തോമസ്, CPO-മാരായ നാദിർ ഷാ, ഗണേഷ് ഗോപാൽ, ദിലീപ് എന്നിവരാണ് പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നത്.